ഏവർക്കും ഹാജാസ് PSCയുടെ മോർണിംഗ് ടീയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് മോർണിംഗ് ടീ നിങ്ങളോട് ചർച്ച ചെയ്യുന്നത് സ്പെഷ്യൽ ടോപ്പിക്കായ ഒരു ടോപ്പിക്കാണ്. നമ്മൾ സിവിൽ സർവീസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയി ഇപ്പോൾ PSC പുതുക്കിയ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു നല്ല ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നമ്മുടെ മോർണിംഗ് ടീയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. മോർണിംഗ് ടീയുടെ 41ാമത്തെ ഭാഗമാണ്. കുറച്ച് ദിവസം മോർണിംഗ് ടീ ഒക്കെ മുടങ്ങി. കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ മോർണിംഗ് ടീ പുനരാരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈവനിങ് ബുള്ളറ്റിനും ഇന്നലത്തെ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കാണാത്തവർ ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇന്ന് മോർണിംഗ് ടീ സ്പെഷ്യൽ തന്നെയാണ്. PSCയുടെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ മോർണിംഗ് ടീയിലെയും സ്പെഷ്യൽ ടോപ്പിക് തന്നെയാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിനകത്ത് ചർച്ച ചെയ്യാനും പഠിക്കാനും പോകുന്നത്. മോർണിംഗ് ടീയുടെ 41ാമത്തെ ഭാഗത്തിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. എന്നാൽ പിന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ഭംഗിയായി ഒരു നല്ല ടോപ്പിക്കിനെ പഠിച്ചെടുക്കാം. ഇന്ന് നമ്മൾ ക്ലാസ്സിനകത്ത് ചർച്ച ചെയ്യാൻ വേണ്ടി പോണ സബ്ജക്റ്റ് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. സിലബസിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ അല്ലേ? ഇന്ന് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിനകത്ത് പറയാൻ പോകുന്നത്. ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, കേന്ദ്ര ഗവൺമെന്റിൻ്റെയും സംസ്ഥാന ഗവൺമെന്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും അറിയപ്പെടുന്ന പേരാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് കേന്ദ്ര ഗവൺമെന്റിൻ്റെയും സംസ്ഥാന ഗവൺമെന്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെയും കൂടി ചേർത്ത് പറയുന്ന ഒരു പേരാണ്, അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഇന്ത്യൻ സിവിൽ സർവീസ് എന്നറിയപ്പെടും. ക്ലിയർ ആണ്? ഇനി ഇന്ത്യയിൽ ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിച്ച ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭുവാണ്. എന്താണ് പറഞ്ഞത്? ഇന്ത്യയിൽ ഏകീകൃത സിവിൽ സർവീസ്, ഏകീകൃതമായി ഒരു സിവിൽ സർവീസ് സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവന്നത് കോൺവാലിസ് പ്രഭുവാണ്. ഒരിക്കൽ കൂടി പറയാം, രണ്ട് പോയിന്റുകളാണ് ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് കേന്ദ്ര ഗവൺമെന്റിൻ്റെയും സംസ്ഥാന ഗവൺമെന്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരും, മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടറിയപ്പെടുന്നതാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ കോൺവാലിസ് പ്രഭു ആണെന്ന് പറയണം. അതായത് ഈ ചിത്രത്തിൽ കാണുന്ന ഇദ്ദേഹമാണ്, ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ് കോൺവാലിസ് പ്രഭു. അതായത് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവാര് എന്ന് ചോദിച്ചിട്ടുണ്ട് PSC. നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്. ഉത്തരം കോൺവാലിസ് പ്രഭു. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കോൺവാലിസ് പ്രഭു. ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് പാസ്സായ വർഷം 1861. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. 2 പോയിന്റ് ആണ് ഒരു സ്ലൈഡിനകത്തുള്ളത്. നോക്കണേ, ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ്, ഏകീകൃത സിവിൽ സർവീസ് സംവിധാനം കൊണ്ടുവന്നത് ഒക്കെ ആരാന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന കോൺവാലിസ് പ്രഭു ആണെന്ന് ഉത്തരം പറയാം. 2, ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് പാസ്സായത് 1861. ശ്രദ്ധിക്കണേ, സിവിൽ സർവീസിനെ സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ, അടിപൊളി, നല്ല പോയിന്റ്, റെയർ പോയിന്റ് പഠിക്കണം. സിവിൽ സർവീസിനെ സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോ ഓക്കെ, ശ്രദ്ധിക്കണം, സർദാർ വല്ലഭായ് പട്ടേലാണ് എന്ത് പറഞ്ഞത്?
ഇന്ത്യൻ സിവിൽ സർവീസിനെ സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചത്? ഇന്ത്യൻ സിവിൽ സർവീസിനെ സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ച നേതാവാര് അല്ലെങ്കിൽ ഇന്ത്യക്കാരനാര് എന്ന് ചോദിച്ചാൽ ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഓൾ ഇന്ത്യ സർവീസ്, ഓക്കെ, ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും സർദാർ വല്ലഭായ് പട്ടേലിനെ തന്നെയാണ്. ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആരെ തന്നെയാണ്? സർദാർ വല്ലഭായ് പട്ടേലിനെ തന്നെയാണ്. സിവിൽ സർവീസിനെ സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചതും പട്ടേൽ തന്നെയാണ്. നമ്മളെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ, നമ്മുടെ രാജ്യത്തെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. ഒന്ന്, അഖിലേന്ത്യാ സർവീസിൽ ജോലി ചെയ്യുന്നവർ. രണ്ട്, കേന്ദ്ര സർവീസിൽ ജോലി ചെയ്യുന്നവർ. മൂന്ന്, സംസ്ഥാന സർവീസ്. ഇങ്ങനെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ നമ്മൾ മൂന്നായി തരംതിരിക്കും. ഒന്ന്, അഖിലേന്ത്യാ സർവീസ്. രണ്ട്, കേന്ദ്ര സർവീസ്. മൂന്ന്, സംസ്ഥാന സർവീസ് എന്ന് പറയും. ഈ കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. കേരള PSC പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. കേന്ദ്ര സർവീസിലേക്കും അതേപോലെ തന്നെ അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെയൊക്കെ തെരഞ്ഞെടുക്കുന്നത് UPSC ആണ്. UPSC ആണ്. UPSC ചെയർമാനെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? തെരഞ്ഞെടുക്കുന്നത് ആരെന്നല്ല, അത് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുന്നിലാണെന്നൊക്കെ നമുക്കറിയാം. അതൊക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പഠിച്ചിട്ടുണ്ട്. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് UPSC ആണ്. ആരാണ്? UPSC ആണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ്. ഫുൾ ഫോം എങ്ങനെയാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ്. മറന്നു പോകരുത്. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ PSCയുടെ ജോലി എന്താണ്? സംസ്ഥാന തലത്തിലുള്ള ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്, അല്ലെ? ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുമ്പം എല്ലാ ഉദ്യോഗസ്ഥരും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഓൾ ഇന്ത്യ, അതില് ഒന്നാമത്തേതാണ് ഇന്ത്യൻ സിവിൽ സർവീസിലെ ഒന്നാമത്തെ വിഭാഗമാണ് അഖിലേന്ത്യാ സർവീസ്. ഇംഗ്ലീഷിൽ ഓൾ ഇന്ത്യ സിവിൽ സർവീസ് എന്ന് പറയാം. അതായത് ദേശീയ തലത്തിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഓൾ ഇന്ത്യ തലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും. എന്നിട്ട് അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുത്ത് അതിന് കേന്ദ്ര സർവീസിലോ അല്ലെങ്കിൽ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടും. ചിലപ്പോൾ കേന്ദ്ര സർവീസിൽ അല്ലെങ്കിൽ സംസ്ഥാന സർവീസിൽ നിയമിക്കപ്പെടും. അപ്പോൾ ദേശീയ തലത്തിലാണ്, അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്നിട്ട് അതിൽ നിന്നും ആൾക്കാരെ തിരഞ്ഞെടുത്ത് ഒന്നുകിൽ കേന്ദ്ര സർവീസിലോ അല്ലെങ്കിൽ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടും. അങ്ങനെയാണ് IAS, IPS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഇതെല്ലാം വരുന്നത് ഈ ഓൾ ഇന്ത്യ സിവിൽ സർവീസിന്റെ കീഴിലാണ്. PSC ചോദിക്കും, ഓൾ ഇന്ത്യ സിവിൽ സർവീസിന്റെ കീഴിൽ വരുന്നത് IAS വരാം, IPS വരാം, IFS വരാം. ഈ പരീക്ഷകളൊക്കെ ദേശീയ തലത്തിൽ അവർ നടത്തും. എന്നിട്ട് കേന്ദ്ര സർവീസിലോ അല്ലെങ്കിൽ സംസ്ഥാന സർവീസിലോ അവർ നിയമിക്കും. അതുപോലെ ഈ സിവിൽ സർവീസിൽ രണ്ടാമത് വരുന്ന കാറ്റഗറിയാണ് സെൻട്രൽ സർവീസ് എന്ന് പറയും, കേന്ദ്ര സർവീസ് എന്ന് പറയും. അതും ദേശീയ തലത്തിൽ തന്നെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇത് കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകൾ മാത്രമേ എവര് കൊടുക്കുള്ളൂ. അതായത് സെൻട്രൽ സർവീസ് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർക്ക് കേന്ദ്രവുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെന്റിന് മാത്രം ഭരണ സംവിധാനങ്ങളിൽ കൈകടത്താൻ പറ്റുന്നിടത്ത് മാത്രമേ ഇവിടെ നിന്നും പരീക്ഷ എഴുതി വരുന്ന ഉദ്യോഗസ്ഥരെ നിയമിക്കത്തുള്ളൂ. അങ്ങനെ വരുന്നതാണ് ഇന്ത്യൻ ഫോറിൻ സർവീസ്. പഠിച്ചു വെക്കണം, പഠിച്ചു വെച്ചേ പറ്റൂ. കാരണം ഇത് എക്സാമ്പിൾസ് ആണ് PSC ചോദിക്കുക. ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ സർവീസ്. റെയിൽവേ പരീക്ഷ നടത്തിയിട്ട് റെയിൽവേയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം കേന്ദ്രത്തിൽ നിക്ഷിപ്തമാണ്. അപ്പം അവര് സെൻട്രൽ സർവീസിൽ നിന്ന് അവിടേക്കാണ് റെയിൽവേയിലോട്ട് ഉദ്യോഗസ്ഥരെ അയക്കും. അതുപോലെ തന്നെ ഇന്ത്യൻ ഡിഫൻസ് അക്കൗണ്ട് സർവീസ്, ഇന്ത്യൻ ഫോറിൻ സർവീസ്, അത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്.
അപ്പം ഈ മൂന്നും, ഇത് മൂന്നെണ്ണേ ഉള്ളൂ, 4 ഇല്ല, 3 എണ്ണേ ഉള്ളൂ. ഇത് 3 എണ്ണമാണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, പഠിക്കുക. ഓക്കെ. അപ്പോൾ ദേശീയ തലത്തിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ആൾക്കാർക്കും പരീക്ഷ എഴുതാൻ പറ്റും. കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള സ്ഥലങ്ങളിൽ നിയമിക്കപ്പെടും. അതിൽ എക്സാമ്പിളാണ് ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇന്ത്യൻ ഡിഫൻസ് അക്കൗണ്ട് സർവീസ്. ക്ലിയർ ആണ്. അടുത്തതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, സംസ്ഥാന സർവീസ്, സ്റ്റേറ്റ് സർവീസ്. അതാണ് നമ്മളൊക്കെ പഠിക്കുന്നത്. എന്താണ്? PSC, കേരള PSC. സംസ്ഥാന തലത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വേറെ സംസ്ഥാനത്തുള്ളവർക്ക് ഇവിടെ വന്ന് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. സംസ്ഥാന ഗവൺമെന്റിന് കീഴിലുള്ള സ്ഥലങ്ങളിലാണ് ഈ ഉദ്യോഗസ്ഥർക്ക് ജോലി കിട്ടുന്നത്. ഇപ്പോൾ സെയിൽസ് ടാക്സ് ഓഫീസർ, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, KAS എന്ന് പറയൂലേ, ഇപ്പം പരീക്ഷ എഴുതി നടത്തിയില്ലായിരുന്നോ? ആണ്. അപ്പം ഇവിടെ ഇതിന് കീഴിലുള്ള സംസ്ഥാന തലത്തിലായിരിക്കും. നേരത്തെ അഖിലേന്ത്യാ സർവീസും കേന്ദ്ര സർവീസും ഒക്കെ ദേശീയ തലത്തിൽ പരീക്ഷ നടത്തും. ഓൾ ഇന്ത്യ സർവീസ് ആണെങ്കിൽ ഒന്നുകിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ളതോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ളതോ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് അവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കും. IAS, IPS, IFS ഒക്കെ ഓൾ ഇന്ത്യ സർവീസാണ്, ഓർമ്മിച്ചോണം. എന്നാൽ കേന്ദ്ര സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും പരീക്ഷ നടത്തി കേന്ദ്രത്തിന്റെ സ്വാധീനമുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ അവർക്ക് ജോലി കൊടുക്കത്തുള്ളൂ. എന്നാൽ സംസ്ഥാന സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും സംസ്ഥാന ഗവൺമെന്റിന് പൂർണ്ണമായി അധികാരമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കൂ. അതാണ് സെയിൽസ് ടാക്സ് ഓഫീസർ, അതുപോലെ തന്നെ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇതൊക്കെ അതിന്റെ കീഴിൽ വരുന്നതാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയുടെ പേരാണ്, നോക്കണേ, NR പിള്ളൈ എന്നാണ്. NR പിള്ളൈ, അതായത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. PSC നിരവധി പരീക്ഷകളിൽ ചോദിച്ച ചോദ്യമാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം NR പിള്ളയാണ്. എന്നാൽ ഇപ്പോഴാരാണെന്ന് ചോദിച്ചാൽ രാജീവ് ഗൗബ. രാജീവ് ഗൗബയാണ് ഇപ്പോഴത്തെ ക്യാബിനറ്റ് സെക്രട്ടറി. ആദ്യത്തെ ക്യാബിനറ്റ് സെക്രട്ടറി പിള്ളയാണ്, NR പിള്ളൈ. എന്നാൽ ഇപ്പോൾ രാജീവ് ഗൗബയാണ് ഇപ്പോഴത്തെ നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഫോറിൻ സെക്രട്ടറി ആരാണ്? PSCയുടെ ചോദ്യമാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഫോറിൻ സെക്രട്ടറി, ഉത്തരം പറയണം KPS മേനോൻ. ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളാണ് മൂന്നും നമുക്ക് ഒരിക്കൽ കൂടി പഠിക്കാം. അതായത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ക്യാബിനറ്റ് സെക്രട്ടറി NR പിള്ളൈ ചിത്രത്തിൽ കാണാം. ഇപ്പോൾ രാജീവ് ഗൗബ, എന്താണ് പേര്? രാജീവ് ഗൗബ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഫോറിൻ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ KPS മേനോൻ. പേരെന്താണ്? KPS മേനോൻ. അപ്പോ NR പിള്ളൈ മറക്കരുത്, രാജീവ് ഗൗബ മറക്കരുത്, KPS മേനോനും മറക്കരുത്. ഈ ചിത്രത്തിൽ കാണുന്ന ആളെ കണ്ടോ? ആരാണ്? ആദ്യത്തെ വനിതാ IAS ഓഫീസറാണ്. ആദ്യത്തെ വനിതാ IAS ഓഫീസർ. ഒരു കാരണവശാലും ഒരു മത്സര പരീക്ഷ എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഒരു വ്യക്തി മറന്നു പോകരുത്. 2 പേരുകളാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഒന്ന് അന്ന മൽഹോത്ര. പേരെന്താണ്? അന്ന മൽഹോത്ര. ആദ്യത്തെ IAS ഓഫീസറാണ് അന്ന മൽഹോത്ര. ആദ്യത്തെ വനിതാ IAS ഓഫീസറാണ്. അങ്ങനെയാണ് പഠിപ്പിച്ചത്. ആദ്യത്തെ വനിതാ IPS ഓഫീസറാണ് കിരൺ ബേദി. ഇവിടെ ചിത്രത്തിൽ കാണാം. ആദ്യത്തെ വനിതാ IAS ഓഫീസർ അന്ന മൽഹോത്ര. ആദ്യത്തെ വനിതാ IPS ഓഫീസർ ആരാന്ന് ചോദിച്ചാൽ കിരൺ ബേദിയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ IAS ഓഫീസർ ആരാന്ന് ചോദിച്ചാൽ അൻസർ അഹമ്മദ് ഷെയ്ഖ്. എന്താണ്? അൻസർ അഹമ്മദ് ഷെയ്ഖാണ് ഏറ്റവും പ്രായം കുറഞ്ഞ IAS ഓഫീസർ. ഏറ്റവും പ്രായം കുറഞ്ഞ IAS ഓഫീസർ അൻസർ അഹമ്മദ് ഷെയ്ഖാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസർ ഹസൻ സാഫിൻ. കേട്ടോണം, ഹസൻ സാഫിൻ. 4 അടാറ് പോയിന്റ് ആണ്. അതായത് ആദ്യത്തെ വനിതാ IAS ഓഫീസർ അന്ന മൽഹോത്ര, ആദ്യത്തെ വനിതാ IPS ഓഫീസർ കിരൺ ബേദി,
ഏറ്റവും പ്രായം കുറഞ്ഞ IAS ഓഫീസർ അൻസാർ അഹമ്മദ് ഷെയ്ഖ്. ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസർ ഹസൻ സാഫിൻ. ശ്രദ്ധിച്ച് കേൾക്കണേ, ഞാൻ പറയുന്നത് വ്യക്തമായി കേൾക്കണേ. 1959 പഞ്ചവത്സര പദ്ധതി തുടങ്ങിയത് 51. കേരള സർവീസ് റൂൾ നിലവിൽ വന്ന വർഷമാണ്. ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വെക്കണം. വരുന്ന പരീക്ഷയിൽ ചോദ്യ സാധ്യത വളരെ കൂടുതൽ. 1959 കേരള സർവീസ് റൂൾ നിലവിൽ വന്ന വർഷം. കേരള സർവീസ് റൂൾ നിലവിൽ വന്ന വർഷം 1959. എന്നാൽ കേരള പബ്ലിക് സർവീസ് നിയമം, കേരള പബ്ലിക് സർവീസ് ആക്ട് ലോ നിലവിൽ വരുന്നത് 1968. നമ്മൾ കേട്ടില്ലേ KAS എക്സാം, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഇത് നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 2018 ജനുവരി 1. നമ്മളിതെല്ലാം ഇത് വ്യക്തമായിട്ട് നമുക്കറിയാവുന്ന ഒരു പോയിന്റാണ്. KAS നിലവിൽ വന്നത്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിയമം നിലവിൽ വന്നത് 2018 ജാനുവരി 1 തീയതിയാണ്. 2018 ജാനുവരി 1 മറന്നു പോകരുത്, മറക്കരുത്, ഒരു മാർക്കാണ്. നോക്കണേ, ശ്രദ്ധിക്കണേ. ഓൾ ഇന്ത്യ കാര്യമാണ് പറയുന്നത്. ഓൾ ഇന്ത്യ സർവീസ് ആക്ട് പാസ്സായത് 51. ഓൾ ഇന്ത്യ സർവീസ് ആക്ട് പാസ്സായത് 51. ഇന്ത്യൻ ഫോറിൻ സർവീസ് പാസ്സായത് അല്ലെങ്കിൽ ആരംഭിച്ചത് 46. ഇന്ത്യൻ ഫോറിൻ സർവീസ് ആരംഭിച്ചത് 1946. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് നിലവിൽ വന്ന വർഷം 1966. 3 പോയിന്റും കൺഫ്യൂസിങ് പോയിന്റുകളാണ്, പഠിക്കണം. ഓൾ ഇന്ത്യ സർവീസ് ആക്ട് പാസ്സായത് 1951. ഓൾ ഇന്ത്യ സർവീസ് ആക്ട് പാസ്സായത്. ഇന്ത്യൻ ഫോറിൻ സർവീസ് ആരംഭിച്ചത് 46. 1946 ഇന്ത്യൻ ഫോറിൻ സർവീസ് ആരംഭിച്ചത്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആരംഭിച്ചത് 1966. 1966. നോക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ്, സമയമെടുത്ത് പഠിക്കണം. 1961 ഇന്ത്യൻ എക്കണോമിക്സ് സർവീസ് നിലവിൽ വന്നത്. റെയർ ഫാക്റ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ തന്നെയാണ്, പഠിക്കണം. ഇന്ത്യൻ എക്കണോമിക്സ് സർവീസ് നിലവിൽ വന്ന വർഷം 1961. ഇന്ത്യൻ എക്കണോമിക്സ് സർവീസ് നിലവിൽ വന്ന വർഷം 1961. ഇന്ത്യൻ പോലീസ് സർവീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ എക്കണോമിക് സർവീസ് 61. ഇന്ത്യൻ പോലീസ് സർവീസ് 48. ഇന്ത്യൻ പോലീസ് സർവീസ് നിലവിൽ വന്നത് 48. ശ്രദ്ധിക്കണേ, സിവിൽ സർവീസ് എഴുതാനുള്ള പ്രായപരിധി 21 വയസ്സായിരുന്നു. അതിനെ 19 വയസ്സാക്കി കുറച്ചത് ലിട്ടൺ പ്രഭുവാണ്. 21 വയസ്സ് പ്രായമുള്ളവർക്ക് മാത്രമേ സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതാൻ പറ്റുള്ളായിരുന്നു. എന്നാൽ അതിനെ 19 വയസ്സാക്കി കുറച്ചത്, പ്രായപരിധി കുറച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ലിട്ടൺ പ്രഭു ആണ്. ശ്രദ്ധിച്ച് കേട്ടോണം. ഇന്ത്യൻ എക്കണോമിക് സർവീസ് 1961 ഇന്ത്യ പോലീസ് സർവീസ് 1948 ആണ്. ശ്രദ്ധിക്കണം. സിവിൽ സർവീസ് എഴുതാനുള്ള പ്രായപരിധി 21 ആക്കി പിന്നീട് മാറ്റി. 21 നിന്ന് 19 ആക്കിയതാണ് ലിട്ടൺ. പിന്നീട് 21 ആക്കിയത് റിപ്പൺ പ്രഭു. 21 ആക്കിയത് ആരെന്ന് ചോദിച്ചാൽ റിപ്പൺ പ്രഭു. 21 നിന്ന് 19 ആക്കിയത് ആരാന്ന് ചോദിച്ചാൽ ലിട്ടൺ പ്രഭു. മറന്നു പോകരുത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ്, സിവിൽ സർവീസ് ദിനം എന്നാണ്. അപ്പോൾ ഉത്തരം പറയണം. ഏപ്രിൽ മാസം 21 തീയതിയാണ് സിവിൽ സർവീസ് ദിനം. സിവിൽ സർവീസ് ദിനം ഏപ്രിൽ 21. ഇന്ത്യൻ ഫോറിൻ സർവീസ് ദിനം ഒക്ടോബർ 9. അതും മറക്കരുത്. 2 പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. സിവിൽ സർവീസ് ദിനം ഏപ്രിൽ 21 ഇന്ത്യൻ സിവിൽ സർവീസ് ദിനം. എന്നാൽ
ഇന്ത്യൻ ഫോറിൻ സർവീസ് ദിനം ഒക്ടോബർ 9 ആണ്. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകളിലൂടെ തന്നെയാണ് ഇതുവരെ കടന്നുപോയത്. ശ്രദ്ധിച്ച് കേൾക്കാം. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് ആരാന്ന് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് കോൺവാലിസ്. അതിനകത്ത് യാതൊരു ഡൗട്ടും വേണ്ട. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അതിനകത്ത് ഒരു സംശയം വേണ്ട, കോൺവാലിസ് ആണ്. എന്നാൽ ആധുനിക അഖിലേന്ത്യാ സർവീസ്, ഓൾ ഇന്ത്യ സർവീസ് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, അതിന്റെ പിതാവ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. സെറ്റാണ്, 2 പോയിന്റ് സെറ്റാണല്ലോ. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് കോൺവാലിസും ആധുനിക അഖിലേന്ത്യാ സർവീസ്, ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് സർദാർ വല്ലഭായ് പട്ടേലുമാണ്. 2 പോയിന്റ് നോക്കണേ. ഇന്ത്യൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവ് പോൾ എച്ച് അപ്ലബിയാണ്. ഇന്ത്യൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവ് പോൾ എച്ച് അപ്ലബിയാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവ് വുഡ്രോ വിൽസൺ. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ ഉത്തരം വുഡ്രോ വിൽസൺ എന്നും, ഇന്ത്യൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോൾ എച്ച് അപ്ലബി എന്നും ഉത്തരം പറയണം. ഇത് രണ്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വ്യക്തമായിട്ട് പഠിച്ച് തന്നെ അതിന്റെ ഉത്തരം എഴുതാൻ ശ്രമിക്കുക. ഈ 4 പോയിന്റ് ഓർത്തു വെക്കണേ. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് കോൺവാലിസ്, ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ത്യൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവ് പോൾ എച്ച് അപ്ലബി, എന്നാൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവ് വുഡ്രോ വിൽസണും ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിവിടെ ഒരു ടോപ്പിക്ക് വളരെ ഭംഗിയായി പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും പുതുതായി PSC സിലബസിനകത്ത് ഉൾപ്പെടുത്തിയ ഒരു പോർഷനാണ്. വരുന്ന മോർണിംഗ് ടീകളിൽ ഇതിൻ്റെ കണ്ടിന്യൂസ് പോർഷനുകൾ ഉണ്ടാവും. ഇന്ന് ഈവനിങ്ങിൽ ഗുഡ് ഈവനിങ് ബുള്ളറ്റിൻ 6:30 നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതൊരു 150 ഇന്ത്യൻ ഭരണഘടനയിലെ ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് വരാനിരിക്കുന്ന PSC പരീക്ഷകളിൽ വളരെ മെയിൻസിന് നിങ്ങൾ തീർത്തും അറിഞ്ഞിരിക്കേണ്ട 150 ചോദ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ 6:30 അതിൻ്റെ, അതായത് ഗുഡ് ഈവനിങ് ബുള്ളറ്റിൻ 26, അതിനകത്ത് ആദ്യത്തെ 50 ഇന്ത്യൻ ഭരണഘടനയിലെ ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 51 മുതൽ 100 വരെ നമ്മൾ ഇന്ന് വൈകുന്നേരം ഗുഡ് ഈവനിങ് ബുള്ളറ്റിനകത്ത് ഉണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കറണ്ട് അഫെയറിൻ്റെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കറണ്ട് അഫെയർസിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്രീ കോഴ്സാണ്. നല്ല സ്ലൈഡുകളോടെ നല്ല പ്രസൻറ്റേഷനിൽ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും നിങ്ങളുടെ ഇഷ്ടപ്രകാരം പോലെ ഈ വരുന്ന LD അല്ലെങ്കിൽ LGS മെയിനൊക്കെ വളരെ നല്ല റാങ്കോടുകൂടി പാസ്സാകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.